ഹായ് ഗായ്സ്, ഇന്ന് നമുക്കൊരു അവിൽ മിൽക്ക് തയ്യാറാക്കിയാലോ. അതിനായി ആദ്യം നമുക്ക് അവിൽ വറുത്തെടുക്കാം. എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമല്ലേ അവിൽ മിൽക്ക്. എൻ്റെ അതുപോലെ ഫേവറേറ്റ് ഐറ്റമാണ്. അവിൽ നന്നായി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അവിൽ വറുത്തെടുത്തത് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം പഴം തൊലി കളഞ്ഞ് വെച്ചിരുന്ന് അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഉടച്ചെടുക്കാം കേട്ടോ. മിക്സിയിൽ അടിക്കരുത് കേട്ടോ. മിക്സിയിൽ അടിച്ചാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. നമ്മളിങ്ങനെ ഉടച്ചെടുത്ത് ചെയ്യുമ്പോഴേ അവിൽ മിൽക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ കുറച്ച് തണവിൽ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഴം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. എന്നിട്ട് ഇത് ഉണ്ടാക്കുന്നതിന് കുറച്ച് മുന്നാണ് പഴം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത്. അതുപോലെ നല്ല തണുത്ത പാലും വരുന്നു കേട്ടോ. എന്നിട്ട് ഇത് നന്നായി ഉടച്ചതിന് ശേഷം പാല് ചേർത്ത് കൊടുക്കുക. പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആ പാലും പഴമൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് വരണം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അവിൽ വറുത്തത് മാറ്റി വെച്ചിരുന്നല്ലോ, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. വറുത്തെടുത്ത അവിൽ ചേർത്തതിന് ശേഷം തൊലി കളഞ്ഞ കപ്പലണ്ടി, പിന്നെ അതുപോലെ തന്നെ നട്ട്സ് എന്നിവ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ശരിക്കും മറ്റേ കട്ടിയുള്ള അവിലാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് കേട്ടോ. ഞാൻ ഇവിടെ കനം കുറഞ്ഞ അവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം നല്ല പോലെ മിക്സായി വന്നിട്ടുണ്ട്. പിന്നെ ഇത് അവിൽ മിൽക്ക് ഉണ്ടാക്കി അപ്പം തന്നെ നമ്മൾ കുടിക്കണം കേട്ടോ. ഇത് എടുത്ത് വെക്കാൻ പാടില്ല. എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവിലൊക്കെ ഇരുന്ന് കുതിരും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി അപ്പം തന്നെ ഇത് കുടിക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഉണ്ടാക്കിയതിന് ശേഷം തണുക്കാൻ വെക്കരുത് കേട്ടോ. നമ്മൾ പഴമോ പാലോ ഒക്കെ തണുത്തത് എടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു തണവിൽ കുടിക്കാം. അപ്പോൾ അവിൽ മിൽക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.